തമിഴ്നാടിന്റെ ശബ്ദമില്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് കനിമൊഴി ഇന്ന് ലോക്സഭയിൽ സംസാരിക്കവേ പറഞ്ഞത്. ഡി രാജ ഉൾപ്പെടെയുള്ള നേതാക്കളും ശക്തമായ ഭാഷയിൽ എതിർക്കുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ തമിഴ്നാടിന്റെ ഒരു വലിയ പ്രതിഷേധം ലോക്സഭയിൽ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് എംപിമാർ ഇന്നലെയും ഇന്നുമായി ഈ 2 ദിവസങ്ങളായി നടന്ന ചർച്ചകളിൽ പങ്കെടുത്തത് കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ടാണ്. അതിൽ പാലോടിലേക്ക് നമുക്ക് വീണ്ടും എത്താം. തമിഴ്നാട്ടിൽ ഏതായാലും വലിയ പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത്. നമുക്ക് കനിമൊഴിയുടെ പ്രസംഗത്തിലേക്ക് കൂടി പോകാം, ഇന്നത്തെ പ്രതികരണത്തിലേക്ക്. These 3 bills, disguised as if they are in support of the reservation of women, constitute the single greatest assault on Indian federal structure. The history of the delimitation in India is at its heart the history of a promise made by the parliament to the people of the southern states, Tamil Nadu, Kerala, Karnataka, Andhra Pradesh and Telangana. 5 states which have resisted the onslaught of the Bharatiya Janata Party and have stood out as role models for inclusive development. അതാണ് കനിമൊഴിയുടെ ഇന്നത്തെ സഭയിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചത്. അങ്ങനെയായിരുന്നു. വൈഎസ് അഭിനന്ദ് കൂടി ചേരുകയാണ് ദില്ലിയിൽ നിന്ന്. അഭിനന്ദ്, ഇത്തരത്തിൽ തെറ്റിദ്ധാരണ പരത്തുകയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എംപിമാർ, പ്രതിപക്ഷം എന്നതാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അല്പസമയത്തിനകം ഏതായാലും അമിത്ഷായുടെ മറുപടിയും വരാൻ പോവുകയാണ് സഭയിൽ. വിനീത, പ്രതിപക്ഷം ഇത് വനിതാ സംവരണ നിയമ ഭേദഗതി ബില്ലിനെതിരെ പ്രതിപക്ഷ പ്രതിഷേധം അത് ശക്തമാകുന്ന സാഹചര്യത്തിലും അതിനെ പ്രതിരോധിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അമ്മമാരെയും സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ അത് വണങ്ങുന്ന രീതിയിലേക്കുള്ള ഒരു ബില്ലായിട്ട് ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. രാജ്യം ഒരു ചരിത്രത്തിലേക്ക് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആ സമയത്ത് പ്രതിപക്ഷം ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ പറയുന്നു എന്നുള്ള രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങളാണ് BJP എംപിമാരടക്കം ഇപ്പോൾ ലോക്സഭയിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിന് തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മറുപടിയും ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ കുറയും, മണ്ഡല പുനർനിർണ്ണയമാണ് നടപ്പിലാക്കുന്നത്, വനിതാ സംവരണ നിയമ ഭേദഗതി അല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പ്രതിപക്ഷം അനാവശ്യമായിട്ടുള്ള പ്രചാരണങ്ങൾ നടത്തുകയാണ്. പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും അടക്കം ഇത്തരത്തിലേക്കുള്ള പ്രചാരണമാണ് ഇപ്പോൾ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെയൊക്കെ കൃത്യമായി തന്നെ പ്രതിരോധിക്കാനുള്ള നീക്കത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ കടന്നിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിപക്ഷം ആവശ്യമില്ലാത്ത പ്രചാരണങ്ങൾ അത് പല ഭാഗങ്ങളിലും ഉയർത്തിവിടുന്നത് വനിതാ സംവരണത്തെ എതിർക്കുകയാണ്. വനിതാ സംവരണം അത് ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് ഇടപെടലാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നതെന്ന് അഭിനന്ദ് കൂടുതൽ പ്രതികരണങ്ങൾ എടുക്കുക. ഏതായാലും സഭയിൽ വോട്ടെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അല്പസമയത്തിനകം തന്നെ അമിത്ഷാ സംസാരിക്കും. സഭാ നടപടികൾ നേരത്തെ രാഹുൽ ഗാന്ധി സംസാരിച്ചപ്പോൾ ബഹളത്തിൽ മുങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. രാഹുൽ മജീഷിനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉപമിച്ചതാണ് തർക്കങ്ങൾക്ക് വഴിവെച്ചത്.